ഹലോ ഗായ്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യേണ്ടി പോകുന്നത് നമ്മൾ മൈൻക്രാഫ്റ്റിലെ ഫിഷ് എക്സ്പി ഫാം ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിൻ്റെ ഒരു ട്യൂട്ടോറിയലാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അധികം ടൈം വേസ്റ്റ് ചെയ്യേണ്ട, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഈ ഫാം ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ആവശ്യമുള്ളത് 3 ചെസ്റ്റ്, ഒരു ഹോപ്പർ, ഒരു മൈൻകാർട്ട് വിത്ത് ഹോപ്പർ, 2 റെയില്, ഒരു വാട്ടർ ബക്കറ്റ്, പിന്നെ ഒരു ലാവ ബക്കറ്റ്, 5 ലാഡർ, ഒരു സൈൻ ബോർഡ് ആവശ്യമുണ്ട്, പിന്നെ ഒരു ഗ്ലാസ്, ഒരു ഡോറ്, പിന്നെ ഒരു ബാനർ, ഒരു ടോർച്ച്, 16 സ്ലാബ്, പിന്നെ ലാസ്റ്റായിട്ട് 46 ഒരു ബിൽഡിംഗ് ബ്ലോക്സ് കൂടി ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു 2 ചെസ്റ്റ് ഇതേപോലെ വെക്കുക. അതിന് മുകളിലായിട്ട് ഒരു ഹോപ്പറും കൂടി ഇതേപോലെ, ഇങ്ങനെയല്ല കേട്ടോ, തെറ്റിപ്പോയി, ഇതേപോലെ ആ ചെസ്റ്റിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് വെക്കുക. പിന്നെ ഈ ഹോപ്പറിൻ്റെ മുകളിൽ ഇതേപോലെ ഒരു ബിൽഡിംഗ് ബ്ലോക്ക് പ്ലേസ് ചെയ്യുക. അതിനുശേഷം ആ ഹോപ്പറിൻ്റെ അവിടെ നിന്ന് ഇതേപോലെ 2 ബ്ലോക്ക് പ്ലേസ് ചെയ്യുക. പിന്നെ ഇതേപോലെ ആ ഹോപ്പറിൻ്റെ മുകളിൽ ബ്ലോക്ക് വെച്ചതിൻ്റെ 3 സൈഡിലും ഇതേപോലെ ബ്ലോക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതാ കാണുന്ന ബ്ലോക്ക് അങ്ങ് പൊട്ടിച്ച് കളയുക, ഹോപ്പറിൻ്റെ മുകളിലുള്ളത്. എന്നിട്ട് അവിടെ നമ്മൾ 2 റെയിൽ എടുക്കുക, ഒരു സൈൻ ആദ്യം വെച്ച് കൊടുക്കുക. എന്നിട്ട് 2 റെയിൽ എടുത്തിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കുക. അവിടെ ഒരു മൈൻകാർട്ട് വിത്ത് ഹോപ്പറും കൂടി വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ മൈൻകാർട്ട് വിത്ത് ഹോപ്പറിന് ഉന്തി ഇതേപോലെ ആ ഹോപ്പറിൻ്റെ മുകളിലേക്ക് ആക്കി വെക്കുക. പിന്നെ ഈ കാണുന്ന 2 റെയിലും അങ്ങ് പൊട്ടിച്ചത്, അതിൻ്റെ ആവശ്യമില്ല. അതിനുശേഷം ഇതേപോലെ ആ മൈൻകാർട്ട് വിത്ത് ഹോപ്പറിൻ്റെ അടുത്തൊരു ഗ്ലാസും വെച്ച് അതിൻ്റെ അടിയിലുള്ള ആ ബ്ലോക്കും അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ബ്ലോക്കും പൊട്ടിച്ചളെ, അതിൻ്റെ ആവശ്യമില്ല. എന്നിട്ട് പിന്നെ ഈ 3 ബ്ലോക്കിൻ്റെ മുകളിലായിട്ട് 2 ബ്ലോക്ക് കൂടി മുകളിലോട്ടേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് ഈ ഗ്ലാസിൻ്റെ മുകളിലൂടെ 2 ബ്ലോക്ക് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ മൈൻകാർട്ട് വിത്ത് ഹോപ്പറിൻ്റെ മുകളിലായിട്ട് ഇതേപോലെ ലാവ പ്ലേസ് ചെയ്യുക. ലാവ പ്ലേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് തോന്നും, ഈ ലാവ കാരണം മൈൻകാർട്ട് വിത്ത് ഹോപ്പർ കത്തിപ്പോവില്ലേന്ന്. പക്ഷേ പേടിക്കേണ്ട, മൈൻകാർട്ട് വിത്ത് ഹോപ്പർ കത്തി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ ഒരു സൈൻ ബോർഡ് വെച്ചത്. എന്നിട്ട് ഇതേപോലെ ഫാമിൻ്റെ ബാക്ക് ഭാഗത്തേക്ക് വന്നിട്ട് ഇതേപോലെ ഒരു 2 ബ്ലോക്ക് കൂടി ഇതിൻ്റെ ബാക്കോട്ടേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ സൈഡിലായിട്ട് ഒരു 4 ബ്ലോക്ക് കൂടി മുകളിലോട്ടേക്ക് ഇതേപോലെ ഒന്ന് ആഡ് ചെയ്യുക. എന്നിട്ട് ഇതേപോലെ ഒരു ബ്ലോക്ക് കൂടി പ്ലേസ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതേപോലെ ഇവിടെ ആയിട്ടൊരു ചെസ്റ്റ് വെച്ച് കൊടുക്കുക. ആ ചെസ്റ്റിൻ്റെ മുകളിലായിട്ട് ഒരു ബാനർ കൂടി വെച്ച് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ബാനറും വെച്ചു. എന്നിട്ട് വാട്ടർ ബക്കറ്റ് എടുത്തിട്ട് ഇതേപോലെ ചെസ്റ്റിൻ്റെ ആ ഭാഗത്തായിട്ട് വാട്ടർ കൂടി ഒന്ന് ഒഴിച്ചെടുക്കുക. എന്നിട്ട് ഏതെങ്കിലും ഒരു പുഴയിൽ പോയിട്ടൊരു സാൽമൺ മീനിനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് അവിടെ ഇട്ടെടുക്കുക. പിന്നെ ഇതേപോലെ ഇവിടെ ഒരു ബ്ലോക്കും അതിൻ്റെ അടുത്തായിട്ട് 2 ബ്ലോക്ക് കൂടി അഡീഷണൽ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഈ വെച്ച ബ്ലോക്കിനൊക്കെ മുകളിലായിട്ട് ഓരോ ബ്ലോക്ക് കൂടി ഒന്ന് ആഡ് ചെയ്യുക. പിന്നെ ഇതേപോലെ ഒരു സ്ലാബ് ആ ലാവേൻ്റെ മുകളിലായിട്ടൊന്ന് പ്ലേസ് ചെയ്യുക. അതെന്തിനാ വെച്ചാൽ നമ്മൾ ഇതേപോലെ വന്നു കഴിഞ്ഞാൽ ലാവയിലേക്ക് അറിയാതെ വീണു പോകാതൊക്കെ വേണ്ടിയിട്ടാണ് അവിടെ ഒരു സ്ലാബ് വെക്കുന്നത്. പിന്നെ ഈ വെച്ച ഈ ബ്ലോക്കിനൊക്കെ മുകളിലായിട്ട് ഇങ്ങനെ ഒരു ലെയർ സ്ലാബ് കൂടി വെച്ചെടുക്കണം. ഇതെന്തിനാ വെക്കുന്നത് വെച്ചാൽ ഈ ബ്ലോക്കിനൊന്നും മുകളിലായിട്ട് വേറെ മോബ്സും കാര്യങ്ങളും, സോംബി, സ്കെൽറ്റൈറ്റ സാധനങ്ങളൊക്കെ അല്ലേ, അതൊന്നും സ്പോൺ ആവാതാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ലെയർ
സ്ലാബ് കൂടി വെച്ചെടുക്കുന്നത്. പിന്നെ ഒരു ബ്ലോക്ക് കൂടി എടുത്ത് ഇതേപോലെ ഒന്ന് പ്ലേസ് ചെയ്യുക 2 ഭാഗത്തായിട്ട്. അതിന് മുകളിലും ഒരു ലെയർ സ്ലാബ് കൂടി വെച്ചെടുക്കുക. പിന്നെ ഈ ഫാമിൻ്റെ അടിയിലേക്ക് വന്നിട്ട് അവിടെയും ബ്ലോക്ക് വെച്ചെടുക്കുക. അയ്യോ തെറ്റി. ബ്ലോക്ക് എടുത്തിട്ട് ഇതേപോലെ താഴോട്ടേക്കൊന്ന് വെച്ചെടുക്കണം. വീണ്ടും അവിടെ മിസ്പ്ലേസ് ആയി. അയ്യോ, ഈ മൈൻകാർട്ട് താഴെയാണല്ലോ. ഇതാദ്യം പൊട്ടിക്കണം. നീ ഓക്കെ. അയ്യോ ഓക്കെ. അപ്പോൾ ഇതേപോലെ ഒന്ന് ബ്ലോക്ക് താഴോട്ട് വെച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ലാഡർ എടുത്തിട്ട് അതിന് മുകളിലായിട്ട് ഇതേപോലെ ഒന്ന് പ്ലേസ് ചെയ്യണം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് കയറാനുള്ളൊരു പാത്ത് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ ടോർച്ച് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് പ്ലേസ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ ഉള്ളിലായിട്ട്. ഇത് വെക്കുന്ന എന്തിനാ വെച്ചാൽ ഉള്ളിൽ എന്താ പറയുക, വെളിച്ചമല്ലാതെ അവിടെ മോബ്സ് ഒന്നും സ്പോൺ ആവേണ്ട വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു ടോർച്ച് പ്ലേസ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മളെ ഡോർ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് വെച്ചെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ഈ ചെറിയ ഫിഷ് ഫാം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇനി അകത്ത് കയറിയിട്ട് ഒന്ന് നോക്കി നോക്കാം. ഇതേപോലെ ലാഡർ വഴി കയറി ഇതിൻ്റെ ഉള്ളിലെത്തി. സ്ലാബ് ഉള്ളതുകൊണ്ട് നമ്മൾ ലാവയിൽ വീണൊന്നുമില്ല. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് ഈ സ്ലാബ് ഇവിടെ വെച്ചത്. അപ്പോൾ നമുക്കിനി ഇത് വർക്കാവുണ്ട് നോക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഒരു ഫിഷ് റോഡ് എടുത്തുകൊണ്ട് വന്നിട്ട് ഫിഷ് ചെയ്യുക. അവിടേക്ക് പിടിച്ചിട്ട് ഫിഷ് ചെയ്യുക. ഇത് കുറേ നേരം എടുക്കുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കണ്ടിട്ടുണ്ടാവും നമുക്ക് എന്താ പറയുക കുറച്ച് എക്സ്പിയും കാര്യങ്ങളൊക്കെ കിട്ടിയത്. എൻ്റെത് ക്രിയേറ്റീവ് ആയതുകൊണ്ട് എക്സ്പേയിൽ കാണിക്കുന്നില്ല എന്നല്ലോ, നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്തായാലും. അപ്പോൾ ഇനി അടിയിൽ ചെസ്റ്റിൽ പോയിട്ട് എന്തൊക്കെയാണ് നമുക്ക് കിട്ടിയെന്നൊക്കെ ഒന്ന് നോക്കാം. ഇതുകൂടി കഴിഞ്ഞാട്ടെ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് താഴെ പോയിട്ട് ചെസ്റ്റിൽ എന്താ ഉള്ളത് നോക്കാം. സാധനങ്ങളൊക്കെ ചെസ്റ്റിൽ കിട്ടി നോക്കട്ടെ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാൻ കഴിയും നമുക്ക് 3 സാൽമൺ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും കുറേ നേരം ഇതേപോലെ നിങ്ങൾ ഫിഷ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സാൽമൺ മാത്രമായിരിക്കില്ല കിട്ടുക, അതേപോലെ കുറേ ജങ്ക് സാധനങ്ങൾ കിട്ടും. പിന്നെ മെയിനായിട്ട് നമുക്ക് ബുക്കൊക്കെ കിട്ടും, എൻചാൻമെൻറ്റ് ചെയ്ത ബുക്ക്, പിന്നെ ഷുഗർ കെയിനൊക്കെ ഇടയ്ക്ക് കിട്ടലുണ്ട്. അങ്ങനെ കുറേ സംഭവങ്ങൾ നമുക്ക് ഇതിന്ന് കിട്ടും. പിന്നെ നമുക്ക് കുറേ എക്സ്പിയും കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഈ ഫിഷ് ഫാമിൻ്റെ ട്യൂട്ടോറിയൽ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഈ ഫാം ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടുള്ള കാര്യങ്ങൾ കമൻസായിട്ട് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അതേപോലെ തന്നെ നിങ്ങൾക്ക് അടുത്തതായിട്ട് എന്ത് ഫാമാണ് ഉണ്ടാക്കേണ്ടതുള്ളതുകൂടെ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം റിയൽ എക്സ് ഗെയിമിംഗ് സൈനിങ് ഔട്ട്. Bye bye.